പണ്ട് മുതലേ ആളുകൾ പറയുന്ന ഒന്നാണ് പച്ചത്തുള്ളൻ അഥവാ പച്ചക്കുതിര എന്നൊക്കെ വിളിപ്പേരുള്ള ജീവി വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ ശരീരത്തിൽ കയറിയാൽ പണം ലഭിക്കുമെന്നും സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്നുമൊക്കെ. ആ വിശ്വാസം മലയാളികൾക്കിടയിൽ ഇന്നും അതേപടി നിലനിൽക്കുന്നുണ്ട്. പണ്ട് കൊയ്ത്തുകാലത്ത് പാടങ്ങളിൽ നിന്ന് പച്ച നിറത്തിലുള്ള പുൽച്ചാടികൾ വീട്ടിലേക്കെത്തും. കൂടുതൽ വിളവെടുപ്പുണ്ടായപ്പോൾ ഇത് പുൽച്ചാടി വീട്ടിലെത്തിയത് കൊണ്ടാണെന്ന വിശ്വാസം ഉടലെടുത്തു. അങ്ങനെയാണത്രേ ഇത് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി മാറിയതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള മുത്തശ്ശി കഥകളെയും മിത്തുകളെയും കൂട്ടുപിടിച്ച് കേരള സർക്കാരിൻ്റെ ലോട്ടറി വകുപ്പും പച്ചക്കുതിരയെ ഭാഗ്യചിഹ്നമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഭൂമിയിൽ 20,000 ഇനം പുൽച്ചാടികൾ ഉള്ളതായി പറയപ്പെടുന്നു. പച്ചക്കുതിര, പച്ചത്തുള്ളൻ, പച്ചപ്പൈ, പച്ചച്ചാടൻ, പുൽത്തോപ്പ്, തത്താമുള്ള്, പച്ചിലപ്പശു എന്നീ പേരുകളിലെല്ലാം ഇവയെ വിളിക്കാറുണ്ട്. മണ്ണിനും ഉണങ്ങിയ പുല്ലിനും സമാനമായ തവിട്ട് നിറത്തിലും പച്ച നിറത്തിലും ഇവയെ കാണാം. തൊഴുകയ്യന്മാർ, ബുഷ് ക്രിക്കറ്റ്, വെട്ടുകിളി എന്നിങ്ങനെ നിരവധി പേരാണ് പുൽച്ചാടി വിഭാഗത്തിൽ ഉള്ളത്. പുൽച്ചാടികളെ ആരോഗ്യത്തിൻ്റെയും ദീർഘായുസിൻ്റെയും അടയാളമായി കരുതുന്ന ചൈനക്കാർ പുൽച്ചാടിയെ കൂട്ടിലിട്ട് വളർത്താറുണ്ട്. മരിച്ചവർ പുൽച്ചാടിയായി ജനിക്കുന്നുവെന്നാണ് അവരുടെ വിശ്വാസം. പുൽച്ചാടിയെ വളർത്തിയാൽ അത് മരണത്തിനപ്പുറം ഭൂമിയിലേക്കുള്ള വഴികാട്ടിയായി മാറുമെന്നും ചൈനക്കാർ വിശ്വസിക്കുന്നു. ജനിക്കുന്ന കുഞ്ഞിന് ആരോഗ്യമുണ്ടാകാൻ ഗർഭിണികളുള്ള വീട്ടിൽ പുൽച്ചാടിയെ വളർത്തുന്നുണ്ട്. നല്ല ആഹാരവും നൽകി കൂട്ടിലിട്ട് വളർത്തുന്നതിനിടെ പറന്നുപോയാൽ ദൗർഭാഗ്യം വരുമെന്ന് ചൈനക്കാർ വിശ്വസിക്കുന്നു. അതേസമയം ചൈനക്കാരുടെ ഭക്ഷണത്തിലെ ഇഷ്ടവിഭവം കൂടിയാണ് വറുത്ത പുൽച്ചാടികൾ. കൊറിയയിലും പുൽച്ചാടിയെ ഭക്ഷണമാക്കാറുണ്ട്. ജപ്പാനിലും പച്ചക്കുതിര സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരുന്ന ജീവിയാണ്. പുൽച്ചാടി വീട്ടിലുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് ശുഭകരമാണെന്നാണ് വിശ്വാസം. പുൽച്ചാടിയുടെ ശബ്ദം പോലും പോസിറ്റീവ് എനർജി നൽകുന്നുവെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. ഗ്രീക്ക് പുരാണ കഥകളിലും പുൽച്ചാടി താരമാണ്. പുൽച്ചാടിയുടെ ആകൃതിയിലുള്ള ആഭരണങ്ങൾ ഏതൻസിലെ ആളുകൾ ധരിച്ചിരുന്നു. അവരുടെ അന്തസ്സിന്റെ അടയാളമായിരുന്നു അത്തരം ആഭരണങ്ങൾ. ദേവതയെ പ്രണയിച്ച മനുഷ്യനായ ടിത്തോണസിന്റെ കഥയിലെ പ്രധാന കഥാപാത്രമാണ് പുൽച്ചാടി. മനുഷ്യനായ ടിത്തോണസിനെയാണ് അയാളുടെ കാമുകിയായ ദേവത പുൽച്ചാടിയാക്കി മാറ്റിയത്. അങ്ങനെ നാം നിസ്സാരമായി കാണുമെങ്കിലും നിരവധി കഥകളും വിശ്വാസങ്ങളും കൂടിച്ചേർന്ന ഒരു ജീവിയാണ് പുൽച്ചാടി.